ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കുട്ടി മേക്കപ്പ് ഹാക്സ് ഉണ്ടല്ലോ. എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്ന മേക്കപ്പ് ഹാക്സ് ആയിരിക്കും, പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പിൽ യൂസ് ചെയ്യുന്ന ചില ഹാക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്ക് എന്നാലും വല്ലാണ്ട് സംസാരിക്കാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ആദ്യം ടോൺ ചെയ്യണം. ആദ്യം മുഖമൊക്കെ വൃത്തിയാക്കി വെക്കണം, എന്നിട്ട് അതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് മോയ്സ്ചറൈസർ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ്. അതാണ് ഫസ്റ്റ് ടിപ്പ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്, ആസ് യു നോ. കാരണം എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്, കുറച്ച് ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഈ നോർമൽ ടു ഡ്രൈ സ്കിന്നായിരിക്കും ഏറ്റവും നല്ലത്. ക്രീമി ടൈപ്പ് അല്ലെങ്കിൽ ക്രീമി ഫോർമുലേഷനുള്ള ക്രീമാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടില്ലേ, ഒരു വൈറ്റ് ക്രീം ടൈപ്പാണല്ലോ ഇത്. അപ്പോൾ ഇങ്ങനത്തെ മോയ്സ്ചറൈസറാണ് നോർമൽ ടു ഡ്രൈ സ്കിന്നായിരിക്കും നല്ലത്. പിന്നെ നല്ല എക്സ്ട്രീം ഓയിലി സ്കിൻ അങ്ങനത്തെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. ഈ പാക്കിൻ്റെ അക്വാബ്ലാസ്റ്റ് ഒക്കെ അതിന് പറ്റിയതാണ്. പിന്നെ ന്യൂട്രജിനേൻ്റെ ഹൈഡ്രോ ബൂസ്റ്റ്, അതൊക്കെ ഓയിലി ബേസ്ഡ് സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു ജെൽ ഫോമുലയിലുള്ളതെല്ലാം ഓയിലി ബേസ്ഡിന് പറ്റിയതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്നാലും മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതിനനുസരിച്ചിട്ട് നമ്മളെ ബേസ് അല്ലെങ്കിൽ നമ്മളെ ഫൗണ്ടേഷൻ തറ നന്നായില്ലല്ലേ അതിൻ്റെ മുകളിലോട്ട് കെട്ടി പടുത്തുയർത്തുന്നതൊക്കെ കുറേ നേരം നിൽക്കുള്ളൂ. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ലപോലെ ബേസ് നല്ലപോലെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സ്കിന്ന് നല്ലോണം പ്രപ്പ് ചെയ്യുക. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെപ്പോലെ കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് സർക്കിളും പിന്നെ ഇവിടെ കുറേ ആഗ്നെ മാർക്സും പിന്നെ ഇവിടെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ആൾക്കാർ ഒന്നുകിൽ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. പക്ഷേ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും കൺസീലർ ഇട്ടിട്ട് വീണ്ടും ഫൗണ്ടേഷൻ ഇടണം. അപ്പോൾ ഒരു ലെയറിങ് പോലെയാണ് വരിക. അപ്പോൾ ഇൻസ്റ്റെഡ് യൂസ് ആൻ ഡാർക്കർ ഷെയ്ഡ് കൺസീലർ. അപ്പോൾ ടിപ്പ് നമ്പർ 2, യൂസ് ഡാർക്കർ ഷെയ്ഡ് കൺസീലർ റാദർ ദാൻ ഓറഞ്ച് കറക്റ്റർ. ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ഡാർക്കർ ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്യാം. ആൻഡ് ഈ കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഹാക്കാണ് ഈ ബ്രഷില്ലേ, ബ്ലെൻഡിങ് ബ്രഷിൽ ഏതെങ്കിലും ഒരു മിസ്റ്റ് എടുക്കുക. മിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് മിസ്റ്റോ അങ്ങനത്തെ ഫിനിഷിങ് സ്പ്രേ അല്ല, സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഫൗണ്ടേഷൻ ബ്രഷിലാക്കുക. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ കൺസീലർ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ടിപ്പ് നമ്പർ 3 ഈസ് ടു യൂസ് ആൻ സെറ്റിംഗ് സ്പ്രേ. യു ജസ്റ്റ് സ്പ്രേ ഓവർ യുവർ ബ്ലെൻഡിങ് ബ്രഷ്, ബ്ലെൻഡ് ഈസിലി യൂസിങ് ദിസ്. പിന്നെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ഡാർക്കർ ഷെയ്ഡ് കൺസീലർ ഇല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലറും ഒരു കളർ കറക്റ്ററും ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കളർ കറക്റ്റർ എടുക്കുക, കുറച്ച് ലൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡാർക്കർ ഷെയ്ഡ് കൺസീലർ, ഒരു പീച്ച് കളർ കൺസീലർ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ മേലെ നിങ്ങൾ ഫൗണ്ടേഷൻ ബാക്കിയുള്ള പരിപാടി ചെയ്താൽ ഫുള്ളായിട്ട് അത് കറക്റ്റ് ചെയ്ത് കിട്ടും. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എവറി ഡേ മിനിമൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കവറേജിലുള്ള ഫൗണ്ടേഷനൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഐ ഷാഡോ പാലറ്റ് ഇല്ല, ബ്ലഷ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് എന്താ, നമ്മളെ ലിപ്സ്റ്റിക്ക്. പക്ഷേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീമി ടൈപ്പ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്രീമി ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ കെ ബ്യൂട്ടീൻ്റെ ഹൈഡ്രാ ക്രം ലിപ്സ്റ്റിക്കാണ്, ഷെയ്ഡ് സാവി പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് അല്ല ഓറഞ്ച് അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഷെയ്ഡാണിത് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ്. അത് നല്ലപോലെ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക. ക്രീമി ആയതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഇത് സെറ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നല്ലപോലെ ഞാനൊരു എവറിഡേ സിമ്പിൾ മേക്കപ്പ് ലുക്കല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
എനിക്ക് ലൈറ്റ് ഒരു പിങ്ക് കളറ് മതി. ഞാൻ കണ്ണിൻ്റെ മേലെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറുതായിട്ട് ചെറിയൊരു ഷെയ്ഡേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പം അതിന് നമ്മളൊരു പൗഡർ എടുക്കുക, കുറച്ച് ഡാബ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അവിടെ ഇവിടെ ആയ പോലെ ആവും. കണ്ടോ? അപ്പോൾ ഭയങ്കര നാച്ചുറൽ ഒരു പിങ്ക് കളറ് വന്നില്ലേ? ഇത്രേ ഉള്ളൂ. ഞാൻ കൺസീലറൊന്നും മേലെ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ആ നാച്ചുറൽ ഫിനിഷിന് വേണ്ടതുകൊണ്ട് ആണ്. അപ്പം ടിപ്പ് നമ്പർ 3 അല്ലേ? ടിപ്പ് നമ്പർ 3 ഈസ് ടു യൂസ് എ പ്രൊഡക്റ്റ് ഫോർ മൾട്ടിപ്പിൾ ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ ലിപ്സ്റ്റിക് നമ്മൾ ബ്ലഷ് ആയിട്ട് ഇടും, പിന്നെ ഐ ഷാഡോ ആയിട്ട് ഇടുക, അങ്ങനെ നമുക്ക് ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ വലിയ ബ്ലെൻഡിങ് ഒന്നും വേണ്ട. ജസ്റ്റ് ഇത് തേക്കുക, കണ്ണിലിടുക, പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുക. ആൻഡ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മളിനി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫൗണ്ടേഷൻ എപ്പോഴും കൈൻ്റെ മേലെ കുറച്ചൊന്ന് ഇട്ടിട്ട്, നേരത്തെ അതേ സെയിം ടിപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്ന, ഒരു മിസ്റ്റ് എടുത്തിട്ട് ഈ ബ്രഷിലൊന്ന് ആക്കുന്നുണ്ട്, ഒന്ന് ഈസിലി ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് ഫൗണ്ടേഷൻ, മിനിമൽ ഫൗണ്ടേഷനേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡേഴ്സും യൂസ് ചെയ്യാം കേട്ടോ. ഈ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വെറ്റ് ചെയ്യണം, പിന്നെ അത് കഴുകാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബ്രഷ് പേഴ്സണാണ്, അതുകൊണ്ടാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ നമ്മൾ ഫൗണ്ടേഷൻ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് ആസ് എ ബ്ലഷിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളെ ചീക്ക് അല്ലെങ്കിൽ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബ്ലഷ് പ്ലേസ് ചെയ്യാൻ. വളരെ ചെറിയ കണ്ണുള്ള, അതായത് എന്നെപ്പോലത്തെ കണ്ണുള്ള ആൾക്കാർ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കാജൽ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ന്യൂഡ് വൈറ്റോ അല്ലെങ്കിൽ ബ്രൗൺ ന്യൂഡ് കളർ ഷെയ്ഡുള്ള കാജൽ യൂസ് ചെയ്താലുള്ള ഡിഫറൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് ഇതിൽ ഈ ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് തന്നെ, അതായത് ഈ കാജൽ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്മഡ്ജ് ചെയ്യാം. പക്ഷെ ഞാൻ ഒന്നുകൂടി ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഡാർക്കർ ഷെയ്ഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ രണ്ട് കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലാവും. ഏതാണോ ഒന്നുകൂടി പോപ്പ് ഔട്ട് ചെയ്ത് നോക്കുന്നത്, ഇതാണോ. ഈ മസ്കാരയൊക്കെ ഇട്ട് വരുമ്പോൾ കറക്റ്റ് റെഡിയാവും. ടിപ്പ് നമ്പർ 4 or 5 എനിക്ക് ഓർമ്മയില്ല. ഗോ ഫോർ ലൈക്ക് ന്യൂഡ് കളർ കാജൽ ഓർ വൈറ്റ് കളർ. ഒന്ന് ഐസ് ഒന്ന് പോപ്പ് ചെയ്യാൻ അങ്ങനത്തെ കളർ കാജൽസ് യൂസ് ചെയ്യുക റാദർ ദാൻ ബ്ലാക്ക് വൺ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മസ്കാര ശരിക്കും ഐബ്രോസിന് മാത്രമുള്ളതല്ല. ഇപ്പം നിങ്ങളുടെ ഇപ്പം എൻ്റെ പിരിക് കണ്ടില്ലേ, കുറേ താന്നോട്ട് ഇങ്ങനെ നിൽക്കുന്ന, അത് ഫിക്സ് ചെയ്യാനും കൂടി ഈ മസ്കാര ഹെൽപ്പ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര നാച്ചുറൽ ബ്രോ ലിഫ്റ്റ് ആയില്ല. പിന്നെ അതെല്ലാം കുറച്ചൊന്ന് ഡാർക്കും ആയി. ഭയങ്കര നാച്ചുറൽ ബ്രോസ് വേണ്ടവർക്ക് ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല ഡാർക്കർ ബ്രോസ് ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാം. കണ്ടോ, ഒരു നീറ്റ് ഒരു സ്ലീക്ക് ലുക്കായി. ഇപ്പോൾ ടിപ്പ് നമ്പർ 5 മസ്കാര നമുക്ക് ബ്രോ എൻഹാൻസ് ചെയ്യാനും യൂസ് ചെയ്യാം. ആ ഒരു നാച്ചുറൽ ലുക്കിന് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സിൻസ് മൈ ലിപ്സ് ആർ എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് ഫ്ലേക്കി, ഞാനൊരു ക്രീം ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ യൂസ് ചെയ്ത ബ്ലഷിനെ യൂസ് ചെയ്ത സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫിനിഷ് ഓഫ് ദിസ് ലുക്ക് യൂസിങ് യുവർ ഫേവറേറ്റ് സെറ്റിംഗ് സ്പ്രേ ഓർ ഫിക്സിംഗ് സ്പ്രേ. ഞാൻ ഈ ലുക്കിന് പേരിട്ടിരിക്കുന്നത്
ചെയ്തിട്ടുള്ളത് എവറിഡേ ചിക്ക് ലുക്കാണ്. കാരണം ഞാൻ കണ്ണിൽ വല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ബ്രൗൺ ലൈനറും നല്ലപോലെ മസ്കാരയും ഇടുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ കണ്ണ് കാണാൻ നല്ല രസമുണ്ട്. വേറൊന്നും വേണ്ട, നമുക്ക് ഐലൈനർ വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ബ്രൗൺ കാജൽ ഗൈസ്. ദിസ് ഇസ് എ ഡീൽ ഫോർ ഷോ. സോ ഈ ഹാക്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സെറ്റിംഗ് സ്പ്രേ നമ്മൾ ബ്രഷിൽ യൂസ് ചെയ്യുന്നത് വളരെ മിനിമൽ എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഒരു പമ്പ് അങ്ങനെയൊക്കെ മതി. എന്നാലേ അത് ഓവറായാലും അത് ഭയങ്കരമായിട്ട് ക്രാക്കി ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ബ്രേക്ക് ആവും, പിരിഞ്ഞ പാല് പോലെയാവും ഫൗണ്ടേഷൻ മുഖത്ത്. അപ്പം അത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ഒറ്റ പമ്പിൽ തീർക്കണം. ഫൗണ്ടേഷൻ ബ്രഷ് വെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം 100% ഫുൾ പ്രൂഫാണ്. ബാക്കിയെല്ലാം അടിപൊളി ഹാക്സാണ്. ഞാൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹാക്സാണ്. ആക്ച്വലി ഈ ബ്രൗൺ കാജൽ യൂസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ഞാൻ ഒരു 1 year ബിഫോർ അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോഴാണ് ഞാനിത് വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. എന്നിട്ട് ആ ബ്രൗൺ ഒന്ന് സ്മഡ്ജും കൂടി ചെയ്യുമ്പോഴാണ് ആ എഫക്റ്റ് വരിക. വെറും ഈ ടൈറ്റ് ലൈനിൽ യൂസ് ചെയ്ത ഡ്രസ്സ് ഉണ്ടാവില്ല കേട്ടോ, അതൊന്ന് സ്മഡ്ജ് ചെയ്യണം, എന്നാലേ ആ ലുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പം ഈ ബ്ലാക്ക് തന്നെ കാജൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗൺ ആദ്യം യൂസ് ചെയ്യുക, എന്നിട്ട് ബ്ലാക്ക് ഐ ഷാഡോ പൗഡർ ഉണ്ടല്ലോ, ബ്ലാക്ക് ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്താൽ മതി ഈ ബ്രൗണിന് പകരം. അപ്പോഴും ആ എഫക്റ്റ് നല്ല അടിപൊളിയായിട്ട് വരും. ആൻഡ് ഞാൻ ഇത് കുറേ ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയതാണ്. അപ്പോൾ ഈ ഹാക്സൊക്കെ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണം. സോ നിങ്ങൾക്ക് ഈ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.